വിദേശ ഭീകരർക്ക് ഇന്ത്യയിൽ അഭയം നൽകിയത് UPA സർക്കാരിന്റെ കാലത്താണെന്ന ആരോപണവുമായി BJP. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് BJP അധ്യക്ഷൻ JP നദ്ദ അയച്ച കത്തിലാണ് ആരോപണം. മണിപ്പൂർ സംഘർഷത്തിൽ ഇടപെടൽ തേടി കോൺഗ്രസ് രാഷ്ട്രപതിക്ക് അയച്ച കത്തിന്റെ പശ്ചാത്തലത്തിലാണ് നദ്ദ ഖാർഗെയ്ക്ക് കത്തയച്ചത്. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, മണിപ്പൂർ വിഷയത്തിൽ വേഗത്തിലൊരു ഇടപെടൽ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അങ്ങനെ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നത്, അതിന് തിരിച്ചയച്ച JP നദ്ദയുടെ കത്തിൽ പറയുന്നത് എന്താണ് അതിന്റെ സാഹചര്യം? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും എന്തായാലും UPA ഭരണകാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന P. ചിദംബരം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നു. അതായത് മണിപ്പൂരിലെ പ്രാദേശികവാദത്തെ സംരക്ഷിക്കണം, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ സംസ്കാരത്തെയും ഭാഷയും ഒക്കെയും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ എഴുതിയിരുന്നു. അതിനെതിരെയാണ് വലിയ വിമർശനവുമായിട്ട് മണിപ്പൂരിൽ തന്നെ കോൺഗ്രസ് നേതാക്കളും BJPയും രംഗത്തെത്തിയത്. ഒടുവിൽ ആ പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷന് അപ്പോൾ BJP അധ്യക്ഷൻ JP നദ്ദ കത്തെഴുതിയിരിക്കുന്നത്. മണിപ്പൂരിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോഴും മണിപ്പൂരിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദേശ ഭീകരർക്ക് അവസരമൊരുക്കി കൊടുത്തത് UPA ഭരണകാലത്താണ് P. ചിദംബരമാണെന്നുള്ള വലിയൊരു ആരോപണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭീകരമായി മുൻ കേന്ദ്ര മന്ത്രി P. ചിദംബരം സഹകരണ കരാറുകൾ ഒപ്പിട്ടു എന്നുള്ള ആരോപണം ഇപ്പോൾ BJP ഉന്നയിക്കുന്നുണ്ട്. ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ തുടരാൻ അദ്ദേഹം അവസരം കൊടുത്തുവെന്നും മണിപ്പൂരിൻ്റെ സമാധാനം തകരാൻ പ്രധാന കാരണം UPA ഭരണകാലത്തുണ്ടായ രാജ്യത്തെ സുരക്ഷാ വീഴ്ചയാണെന്നുമാണ് BJP ഇപ്പോൾ ഈ കത്തിൽ കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യയെ തകരാൻ കോൺഗ്രസ് വിദേശ ശക്തികളുമായി കൈകോർക്കുന്നുവെന്നുള്ളൊരു ആരോപണം ഇപ്പോൾ JP നദ്ദ ഉന്നയിക്കുന്നു. കോൺഗ്രസ് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ജനാധിപത്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിലാണ് മുൻപോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ JP നദ്ദ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കത്തെഴുതിയത്. മണിപ്പൂരിലെ സർക്കാരും കേന്ദ്ര സർക്കാരും മണിപ്പൂരിൽ സമാധാനം മടക്കിക്കൊണ്ടുവരാൻ യാതൊന്നും ചെയ്യുന്നില്ല, അവരവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത്. എന്നാൽ ഈ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്, ഈ കത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് വലിയ വിമർശനവുമായി മണിപ്പൂരിലെ കോൺഗ്രസും അതുപോലെ തന്നെ ഇപ്പോൾ BJP സർക്കാരും അല്ലെങ്കിൽ JP നദ്ദ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ P. ചിദംബരത്തിൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ട പോസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനവുമായിട്ട് ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ.